ഇന്നലെ ഞങ്ങൾ താമസിച്ച ആശ്രമമാണിത്. കാൻദാസ് ബാപ്പു ആശ്രമം എന്നാണ് ഈ ആശ്രമത്തിൻ്റെ പേര്. ഇത് ദ്വാരകാധീശ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നും കിഴക്കോട്ട് മാറിയാണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഇന്നലെ രാത്രി ഒരു 10-10:30 ഞങ്ങളിവിടെ എത്തി. എന്തായാലും അവർ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള അനുവാദം തന്നു. നല്ല സഹകരണമായിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ വന്ന് റൂം എടുക്കുന്നവർക്ക് റൂം എടുക്കാം, അല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ സാധാരണ കൊണ്ട് എടുക്കാറുണ്ടല്ലോ. ഒത്തിരി ആൾക്കാർ പുറത്തൊക്കെ വന്ന്, ചൂട് കാലമാണല്ലോ, അതുകൊണ്ട് പുറത്തൊക്കെ വന്ന് ഒത്തിരി പേര് താമസിക്കുന്നുണ്ട്. ഇതെല്ലാം ആൾക്കാർക്ക് താമസിക്കാനുള്ള റൂമുകളാണ്. ധാരാളം ഭക്തന്മാരെത്തുന്നുണ്ട്. ആ പോകുന്നതാണ് ഇവിടുത്തെ പ്രധാന പൂജാരിയാണ്. അദ്ദേഹത്തോടാണ് നമ്മൾ ഇന്നലെ വന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ പുറത്തുനിന്ന് ആൾക്കാരെ താമസിപ്പിക്കാറില്ല. എന്തായാലും ഭഗവാന്റെ കൃപ കൊണ്ട് അവർ നമുക്ക് ഇവിടെ താമസിക്കാനുള്ള അനുവാദം തന്നു. കാരണം ഇതൊരു പ്രത്യേക ട്രസ്റ്റാണ് ഈ ആശ്രമം. അവരുമായിട്ട് ബന്ധപ്പെട്ട് ഗുജറാത്തിലും മറ്റ് സ്ഥലത്തൊക്കെ ധാരാളം ഭക്തജനങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്ക് വരുമ്പോൾ മാത്രം താമസിക്കാനുള്ള ഒരു സ്ഥലമാണിത്. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് കേരളത്തിൽ നിന്നാണ് ഇന്ന ക്ഷേത്രത്തിൽ നിന്നും വന്നവരാണെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അദ്ദേഹം ഇവിടെ താമസിക്കാനുള്ള ഒരു ഇത് തന്നിരുന്നു. പൂജാരിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഗോപാൽ എന്നാണ്. അദ്ദേഹം ഈ ഗുജറാത്തിൽ തന്നെ ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്ന വ്യക്തിയാണ്. ഇതെല്ലാം ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ഈ കാണുന്നതെല്ലാം. വലിയൊരു സ്ഥാപനമാണ്, ധാരാളം ആൾക്കാർ എത്തുന്നുണ്ട്. ഇത് എന്ന് വെച്ചാൽ ഇതൊരു പ്രത്യേക, ഞാൻ പറഞ്ഞ കാൻദാസ് ബാപ്പു എന്നതിൻ്റെ ഒരു സ്വാമിജി സ്ഥാപിച്ച ആശ്രമമാണ്. കാരണം ഇത് ഗുജറാത്തിൽ ഒത്തിരി ഇവർക്ക് ബ്രാഞ്ചസുകളൊക്കെ ഉണ്ട്. രാവിലെ ചായ ഭക്ഷണമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ കഴിക്കാനായിട്ടും ഒക്കെ. സ്വാമി രാവിലെ മുറി ഹിന്ദിയൊക്കെ പറയാൻ ശ്രമിക്കുവാണ്. സ്വാമി രാവിലെ ചായ എത്തിക്കുവാണ്. ഞാൻ പിന്നെ ചായ ഒന്നും കുടിക്കാത്തതുകൊണ്ട് നമ്മൾ അതിനോട് താല്പര്യമില്ല. എങ്ങനെയുണ്ട് ചായ? നല്ല ചായ അല്ലേ? ഓക്കെ. സ്വാമി ഇപ്പോൾ ഹിന്ദിക്കാരനായി മാറുകയാണ് ഇവിടെ. ശരി, നമസ്തേ. ഞങ്ങളിപ്പോൾ ഈ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി ഇനിയും ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ദ്വാരകാധീശ മന്ദിരം, ദ്വാരകയിലെ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൻ്റെ സമീപത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ദർശനത്തിനായിട്ട് അകത്തോട്ട് കയറും, പക്ഷേ അവിടെ ക്യാമറയൊന്നും അകത്തേക്ക് പ്രവേശിപ്പിക്കത്തില്ല. ക്ഷേത്രത്തിൻ്റെ വെളിയിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഭയങ്കരമായിട്ടുള്ള തിരക്കാണ്. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒന്നാമത് ശനിയും ഞായറും ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വെക്കേഷനാണ്, സ്കൂൾ വെക്കേഷനൊക്കെ ഉള്ള സമയമാണിപ്പം. ഇനിയിപ്പോൾ ജൂലൈയിലല്ലേ ഇവിടെ സ്കൂൾ തുറക്കത്തുള്ളൂ. അതുകൊണ്ട് ഭയങ്കര തിരക്കാണ് അനുഭവപ്പെടുന്നത്. പക്ഷെ നമ്മൾ അറിഞ്ഞില്ല ഇത്രയും തിരക്കുണ്ടെന്നുള്ള കാര്യം ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. റൂമൊക്കെ കിട്ടാനായിട്ട് വളരെ പാടായിരുന്നു. ഇന്നലെ ലാസ്റ്റിലാണ് നമുക്ക് ആശ്രമത്തിൽ റൂം കിട്ടിയത്. चलाइए जाओ तो आज चलाओ इधर बैठे 1 2 3 4 बोलो तो पैसे പൊടി സ്വാമിക്ക് മനസ്സിലായി. സ്വാമി അത് വായി തന്നെ കൊടുക്കും. ഇവിടെയൊക്കെ പശുക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. പശുക്കളൊക്കെ നമ്മുടെ മനുഷ്യനുമായിട്ട് വളരെ ഇണങ്ങിയ പശുക്കളാണ്. ആര് വന്നാലും അവർ വിടുന്നില്ല. എന്തേലും അവർക്കൊന്ന് കഴിക്കാനായിട്ട് കൊടുത്താൽ മാത്രമേ അവർ വിടത്തുള്ളൂ. ഇവിടെ തന്നെ ഈ പശുക്കൾക്കൊക്കെ അത് എനിക്ക് തോന്നുന്നു ഈ ശ്രാദ്ധം പോലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഓരോരുത്തർ ഈ ഓരോ ഉണ്ടയൊക്കെ ആക്കി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒട്ടക സവാരിക്കൊക്കെ ഒട്ടകങ്ങളൊക്കെ തയ്യാറായി നിൽപ്പുണ്ട്. ആൾക്കാർക്ക് ഏതാണ്ട് ഓരോരുത്തരൊക്കെ ഒട്ടകത്തിൻ്റെയൊക്കെ മണ്ടയ്ക്കൊക്കെ കയറുന്നുണ്ട്. ഒട്ടക യാത്രയൊക്കെ ചെയ്യേണ്ടവർക്കൊക്കെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത് ഈ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മീനുകൾക്ക് തീറ്റി കൊടുക്കാൻ വേണ്ടി ആണെന്നാണ് അവരോട് ഈ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്. മീനുകൾക്കൊക്കെ ആൾക്കാർ ഇങ്ങനെ തീറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ആൾക്കാർ മേടിക്കുന്നതാണ് ഈ സാധനങ്ങൾ. ഒരു കൂട്ടം ആൾക്കാരിരുന്ന് പശുവിന് തീറ്റി കൊടുക്കാൻ വേണ്ടിയുള്ള പുല്ലുകൾ വിൽക്കുന്നു. അത് ഓരോരുത്തർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് പശുക്കളൊക്കെ ഇവിടെ ഇങ്ങനെ തീറ്റി തിന്നാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. ശങ്കരാചാര്യർ സ്ഥാപിച്ച ഭാരതത്തിൻ്റെ 4 കോണിക്ക് സ്ഥാപിച്ച മഠങ്ങളിലെ ഒരു മഠം ഇവിടെയാണ്. ആ മഠമാണ് ഈ കാണുന്നത്. പ്രവേശന കവാടം ഇതിനടുത്ത് തന്നെയാണ്. ആ മഠത്തിൻ്റെ ഗസ്റ്റ് ഹൗസാണിത്. എന്നുവെച്ചാൽ ആൾക്കാർക്കൊക്കെ വന്ന് താമസിക്കാവുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ദർശനത്തിന് വേണ്ടി ഞങ്ങൾ മുഖ്യ കവാടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗലികളിലുമെല്ലാം നല്ല തിരക്കാണ്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ശനി, ഞാൻ മുമ്പേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശനി ഞായർ ദിവസം രണ്ടാമത് വെക്കേഷൻ ടൈമാണ്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ചെറിയ ഇടവഴികളിൽ പോലും ഭയങ്കര തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്ഷേത്രത്തിനുള്ളിലേക്ക് ക്യാമറകളും മറ്റ് വസ്തുക്കളും കയറ്റിവിടാത്തതുകൊണ്ട് ഞങ്ങൾ ദർശനം ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് പുറത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതിന് ശേഷം ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി ഇനി കടലും മറ്റും കാണാനായിട്ട് വന്നിരിക്കുകയാണ്.
ധാരാളം ആൾക്കാർ ഈ തിരമാലയെ പ്രതീക്ഷിച്ച് നിൽപ്പുണ്ട്. തിരമാല വരുമ്പോൾ ശക്തമായിട്ടുള്ള തിരമാലയാണ് അകത്തോട്ട് കയറി വരുന്നത്. കടലിൽ നിന്ന് അത് കടലാണ്, ആ കാണുന്നത് കടലാണ്. സ്വാമിനാരായണ സത്യനാരായണ ദേവനാരായണ നാരായണ ഭൂമിനാരായണ സ്വാമിനാരായണ. ഇത് ദ്വാരകയിലെ സ്വാമിനാരായൺ മന്ദിറാണ്. അതിൻ്റെ ചില ദൃശ്യങ്ങൾ നമുക്ക് ഇനിയും കാണാം. ഈ സ്ഥലത്തിന് പറയുന്ന പേര് ഇസ്കോൺ ടെമ്പിൾ ഗേറ്റ് എന്നാണ്. ഇവിടെ നിന്നാണ് നാഗേശ്വര ലിംഗ ക്ഷേത്ര ദർശനത്തിനായി വണ്ടികൾ പുറപ്പെടുന്നത്. നാഗേശ്വര ലിംഗ ക്ഷേത്ര ദർശനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓം നമസ്തേ.